അഫ്ഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങ് തിരുവനന്തപുരത്ത് നടത്തിയ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട വാർത്താ വിശകലനങ്ങൾ പലതും വരുമ്പോൾ തുടർച്ചയായി വാർത്തകളിൽ തങ്ങി നിൽക്കുന്നതും അവൻ പറഞ്ഞ മൊഴിയിലുമുള്ള ഒരു കാര്യമാണ്. ഇടയ്ക്കിടെ ഉമ്മ പറയുമായിരുന്നത്രേ, നമുക്ക് ആത്മഹത്യ ചെയ്യാം, നമുക്കെല്ലാവർക്കും കൂടി ജീവിതം അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞത്, ഈ പ്രയോഗങ്ങൾ ഇന്നത്തെ കാലത്ത് പല വീടുകളിലും പല പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ വളരെ കാഷ്വലായി പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുമ്പോഴും വീട്ടിലെന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും എല്ലാം നമുക്കങ്ങ് മരിച്ചു കളയാം, നമുക്കെല്ലാവർക്കും കൂടെ അങ്ങ് മരിക്കാം, ഞാനങ്ങ് മരിക്കാൻ പോവുക എന്നൊക്കെ പറയുന്ന യാതൊരു അർത്ഥവുമില്ലാത്ത അപ്പോൾ കാണുന്ന ഒരു കുറിയേട് വർത്തമാനം പോലെ ഇത് സാധാരണയായി പറയാറുണ്ട്. നമ്മുടെ വീട്ടിലോ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നമ്മുടെ ജീവിതം. അങ്ങനെ പരിഹരിക്കുന്നതിനാവശ്യമായ മാർഗങ്ങൾ തേടുക എന്നുള്ളതാണ് അതിലൊരു പ്രധാന കാര്യം. ഇനി വിശ്വാസിയാണെങ്കിൽ അതിനാവശ്യമായ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതോടൊപ്പം ഉടയതമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇത് പറയുന്ന ആളുകൾ വളരെ ലാഘവത്തോടെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ച് അങ്ങ് വിടും. ഒരുപക്ഷെ ആവർത്തിച്ചാവർത്തിച്ച് ഈ പറയുന്ന വാക്കുകൾ കൂടിയാവാം സ്വതവേ മനോരോഗിയോ അല്ലെങ്കിൽ ക്രിമിനൽ ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ഒരു തരത്തിലും നമുക്ക് സ്വീകരിക്കാനാവാത്ത മനഃശാസ്ത്രമോ ഉള്ള യവൻ്റെ മനസ്സിലേക്ക് എല്ലാവരെയും കൂടി കൊല്ലുന്ന ഒരു ചിന്ത കടന്നു വന്നത് എന്ന് കരുതിയാൽ തെറ്റാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ സൈക്കോളജിയിൽ പറയാറുണ്ട്, ഏത് കൊടും ക്രിമിനലിനും അവൻ്റെ ക്രിമിനലിസത്തിനെ പ്രേരിപ്പിക്കുന്ന ഒരു ട്രിഗർ പോയിൻ്റ് ഉണ്ടാവും. ആ ട്രിഗർ പോയിൻ്റ് ആവും അവനെ അതിലേക്ക് നയിക്കുക. സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളിപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ കാണാറുണ്ട്. ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ പ്രശ്നം കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും, അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ എനിക്കുണ്ടല്ലോ എന്ന്. അവനിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവൻ്റെ ഒരു വീക്ക് മൊമെൻറ്റിൽ അവൻ്റെ മനസ്സിൻ്റെ ഓപ്പറേഷൻസ് മുഴുവൻ ഈ എക്സ്റ്റേണൽ സ്റ്റിമുലേയായി വരുന്ന ഒരു ട്രിഗർ പോയിൻ്റ് അങ്ങ് ടേക്ക് ഓവർ ചെയ്യുകയും പിന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും നടത്തുകയും ചെയ്യുന്നത് അവരായിരിക്കും. ആത്മീയതയിൽ വേണമെങ്കിൽ സാത്താൻ കൂടിയെന്നോ പിശാച് കയറിയെന്നോ ഒക്കെ പറയാം. ഭൗതികതയിൽ അവൻ്റെ ലോജിക്കൽ സെൻസും അതോടൊപ്പം തന്നെ അവൻ്റെ ഈ പറയുന്ന ഈഗോയും സൂപ്പർ ഈഗോയും ഒക്കെ ഈ നെഗറ്റീവ് എനർജിയിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഗതികളിൽപ്പെട്ട് അങ്ങനെ ആ വഴിക്ക് സഞ്ചരിക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ഒക്കെ സംസാരിക്കുമ്പോൾ ഇത്തരം ചില പോയിൻ്റുകൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് ഒരു ശരിയായ സംഗതിയല്ല. നമ്മളിത് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ഇതങ്ങ് മറന്നു, വീണ്ടും രാവിലെ നമ്മൾ കടം വാങ്ങിച്ചു, വളരെ സന്തോഷമായിട്ട് ജീവിച്ചു. പക്ഷേ കേൾക്കുന്ന കുഞ്ഞിൻ്റെ മനസ്സിൽ ഇത് പതിയാറുണ്ട്. അതുകൊണ്ടാണ് ചില പ്രദേശങ്ങളിൽ ഒരാത്മഹത്യ ഉണ്ടായാൽ അതിൻ്റെ പരിസരത്ത് സമാനമായ രീതിയിൽ അത് ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ചുറ്റുപാടുകളിലുള്ളവർക്ക് കൗൺസിലിംഗ് കൊടുക്കണമെന്നൊക്കെ പറയുന്നത്. കേരളത്തിൽ നൂറനാടെന്ന് പറയുന്ന ഒരു ഗ്രാമം ഈ ആത്മഹത്യയ്ക്ക് വളരെ കുപ്രസിദ്ധമായിരുന്നു. അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും അണുക്കളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഗതികളോ ഉള്ളതല്ല. ഒന്നിൽ തുടങ്ങുമ്പോൾ അതൊരു ട്രിഗർ പോയിൻ്റായി മറ്റു പരലിലേക്കും എത്തി ഇങ്ങനെ ഒരു ക്രൂരകൃത്യം അനാവശ്യം പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വാക്കുകളോ വിഷയങ്ങളോ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ മനുഷ്യൻ അവൻ്റെ മൂല്യങ്ങളിലേക്കോ വിശ്വാസങ്ങളിലേക്കോ ആണ് കൂടുതൽ അടുക്കേണ്ടത്. എല്ലാം ഉടയതമ്പുരാൻ കാണുന്നുണ്ടെന്നും ഒരു പരിഹാരമുണ്ടാവുമെന്നും ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുകയും നമ്മുടെ കാര്യങ്ങളെ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഒരു സൊല്യൂഷൻ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെയും അതൊരു കാരണമായി എന്ന് എൻ്റെ ഒരു ചിന്ത അത് പങ്കുവെക്കപ്പെടേണ്ടതാണെന്ന് തോന്നിയതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്.